ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ കുറെ നാളത്തെ ഒരു ലോങ് വ്ലോഗ് ചെയ്യാണ്. ലോങ് വ്ലോഗ് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് കണ്ടുനോക്കിയാലോ. സോ ഇന്ന് എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് എല്ലാവരുമായിട്ട് പോകുന്ന ഓഫീസ് ഔട്ടിംഗ് ആട്ടോ ഈ വ്ളോഗിൽ ചെയ്യുന്നത്. ഒരു കോർപ്പറേറ്റ് ന്യൂബി ആയത് തന്നെ ഓഫീസ് ഔട്ടിങ്ങും ടീം ലഞ്ചൊക്കെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ ഐ തോട്ട് വൈ നോട്ട് പോസ്റ്റ് ഇറ്റ് ഹിയർ. സോ ടീം ലഞ്ച് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തത് ക്രൗൺ പ്ലാസയിലാണ്. അങ്ങനെ രാവിലെ ഹോസ്റ്റലിൽ നിന്നാട്ടോ ഞാൻ നേരെ പോകുന്നത്. സോ സ്ഥലം വലിയ പരിചയമില്ലാത്തതുകൊണ്ട് തപ്പി ഒരു വിധത്തിലാണ് എത്തിയത്. ഞാനും സാൻഡ്രയും കൂടി ആയിട്ട് എത്തിയത്. ഇനി നമുക്ക് ബാക്കി ആൾക്കാരെ കണ്ടുപിടിക്കാന്നുള്ളതാണ് നെക്സ്റ്റ് ടാസ്ക്. പിന്നെ എന്താ ഫ്ലോർ ഏതാന്ന് കണ്ടുപിടിച്ച് അവസാനം അവരെവിടെയാണ് ഇരിക്കുന്നത് കണ്ടുപിടിച്ച് ഇനിയും കുറച്ച് ആൾക്കാരോട് വരാനുണ്ടായി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. സോ ന്യൂബി ആയതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം. കുറെ ടീം ലഞ്ച് പോയ ആൾക്കാർക്ക് ഇതൊക്കെ എന്തെന്നായിരിക്കും. സോ അങ്ങനെ എല്ലാവരും എത്തിക്കാനപ്പോൾ ഞങ്ങൾ ഫുഡിങ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം എവിടെ തുടങ്ങുന്നതായിരുന്നു കൺഫ്യൂഷൻ. ബിക്കോസ് വെൻ യു ഹാവ് എ ലോഡ് ഓഫ് ഫുഡിങ് ഓപ്ഷൻസ് അറൌണ്ട് യു, എന്താ പറയാ, ഇറ്റ്സ് ഹാർഡ് ടു ചൂസ് അല്ലെ. എല്ലാ സാധനങ്ങളും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതായിരുന്നു എന്റെ സ്ട്രാറ്റജി. ബിക്കോസ് കംപ്ലീറ്റ്ലി നമ്മളൊരു ഫുഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി ഫുഡൊക്കെ നമ്മൾ കഴിക്കില്ല. അതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞു വയറായതുകൊണ്ട് എനിക്ക് ഒരുപാട് കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാം കൂടി നടക്കില്ല. സോ ഞാൻ ഭയങ്കര സ്ട്രാറ്റജിക്കലായിട്ടാണ്. പിന്നെ ടൂ മച്ച് ഷുഗർ ഒക്കെ ഇല്ലേ, അത് ഇറ്റ്സ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ തലവേദന. സോ ഫോട്ടോ എടുക്കാൻ കൊള്ളാം സത്യം പറഞ്ഞാൽ, അല്ലാതെ അതൊന്നും തൊട്ടില്ല. സ്റ്റാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടേ മെയിൻ കോഴ്സിലേക്ക് വരുമ്പോൾ പലതരം ഡിഷസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ബിരിയാണി തന്നെ പല ടൈപ്പ് ഉണ്ടായി. സോ ഞാൻ എന്റെ പ്ലേറ്റ് കുറച്ചുകൂടി കളർഫുൾ ആക്കാൻ വേണ്ടി എല്ലാം ബിറ്റ് ബൈ ബിറ്റ് എടുത്തു. എല്ലാം തന്നെ ഞാൻ കഴിച്ചു തീർത്തിട്ടോ. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്തത് ആസ് ഫാർ ആസ് ഐ ക്യാൻ റിമെമ്പർ എനിക്ക് സാലഡ്സും ഫ്രൂട്ട്സും ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെയാണ് എന്റെ ടീംമേറ്റ്സ് കേട്ടോ. എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാന്ന് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇവരായിട്ട് ഞാൻ പോകുന്ന ആദ്യത്തെ ടീം ഔട്ടിംഗ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെയും പോയി. പക്ഷെ ഈ വീഡിയോ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ എനിക്ക് മറ്റേ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുക. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഔട്ടിംഗ് വിത്ത് മൈ ടീംമേറ്റ്സ്. ഈ പറഞ്ഞ പോലെ ലോങ് വ്ലോഗ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ഫുട്ടേജ് ഒക്കെ എടുത്തു വയ്ക്കുമെങ്കിലും അത് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും വോയിസ് ഓവർ കൊടുക്കാന്ന് പറഞ്ഞാലും ഇറ്റ്സ് എ ലോങ് പ്രോസസ് ആൻഡ് ഇറ്റ് ടേക്സ് ടൈം. സോ എനിക്ക് ലോങ് വ്ലോഗ് ശരിക്കും ആക്റ്റീവ് ആവണമെന്നുണ്ട് യൂട്യൂബിൽ. പക്ഷെ സംഭവം പറഞ്ഞ സമയം കിട്ടാറില്ല. യൂട്യൂബറിന്റെ ഒരു കഥയും കൂടി നിങ്ങൾക്ക് ഈ വ്ലോഗിലൂടെ കേൾക്കാം. പക്ഷെ റീൽസിലും ഷോർട്സിലൊക്കെ ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആവാറുണ്ട്. ബിക്കോസ് ഇറ്റ് ടേക്സ് ഓൺലി ലെസ് ടൈം. അതാണ് ഡിഫറൻസ്. ആൻഡ് റൈറ്റ് നൗ യു ആർ വാച്ചിങ് ഫുഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഔട്ട്ഡോഴ്സിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാന്നൊക്കെ കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല പീസ്ഫുൾ ആൻഡ് കാം അറ്റ്മോസ്ഫിയർ ആണ് പുറത്ത്. സോ ദാറ്റ് വി കുഡ് സ്പെൻഡ് സം ക്വാളിറ്റി ടൈം ആൻഡ് ബോണ്ടിങ് വിത്ത് മൈ ഫെലോ ടീംമേറ്റ്സ്. ഇതാണ് ശിവ. ബാക്കി ടീംമേറ്റ്സ് ഉണ്ട്, അവരൊക്കെ അകത്താണ്. സോ ഞങ്ങൾ മാത്രം പുറത്ത് ഈ ഒരു സീനറി ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അകത്തെ ആൾക്കാരെ തിരക്കൊക്കെ മാറി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാട്ടോ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ വർത്താനം പറഞ്ഞിരിക്കാനും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയത്. ഗൈസ്, ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. അടിപൊളി ഫുഡായിരുന്നു. ഐ മീൻ എന്തൊക്കെയാ വേണ്ടേ എല്ലാം ഉണ്ട്. പക്ഷെ ഇത് കുറെ ഫുഡുള്ളപ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാം, നമുക്ക് എല്ലാം കഴിക്കാവുന്ന ആഗ്രഹക്കാരൊക്കെ എടുക്കും. പക്ഷെ ഞാനെല്ലാം കഴിച്ചു. എല്ലാം കുറച്ചെടുക്കാം. അതാണ് എൻ്റെ മോസ്റ്റ് വർക്ക്ഡ് ഔട്ട് ടിപ്പ് എന്ന് പറഞ്ഞാല്. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ സീനറി ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഓൺ വോയിസ് വ്ലോഗ് ഒക്കെ കാണുമ്പോഴേ, അതായത് ഈ കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്റെ ചിരി വരും. ആ സമയത്ത് ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഓൺ വോയിസ് എടുക്കണമെന്നുണ്ട്. പക്ഷെ എന്താ പറയാ, എല്ലാവരും കൂടി നിൽക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ് കേസ്. എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇതേപോലെയൊക്കെ പിടിച്ച് പറയാൻ പറ്റില്ല. ബട്ട് ഐ ട്രൈ മൈ ബെസ്റ്റ്. പക്ഷെ അങ്ങനെ എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം നമുക്ക് പിന്നീട് ഈ വോയിസ് ഓവറിന്റെ ആവശ്യം വന്നില്ലല്ലോ. ആ ഒരു സമയത്ത് ഓൾറെഡി വോയിസ് ഓവർ വീഡിയോ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ അതും ഒരു റീസൺ ആണ് കേട്ടോ ഈ ലോങ് വ്ലോഗിന്റെ എഡിറ്റിംഗ് പ്രോസസ്സ് ഇത്ര ലോങ് പ്രോസസ് ആയിട്ട് മാറാൻ. അങ്ങനെ ഔട്ട്ഡോഴ്സിലൊക്കെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു കിളിക്കൂട് നൈസായിട്ട് സ്പോട്ട് ചെയ്തു ഗൈസ്. ആദ്യം ഞാൻ വിചാരിച്ചത് ജസ്റ്റ് അതിലൊന്നും ഇല്ല എന്നാണ്. പക്ഷെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിപ്പോ ഈ ക്യാമറയിൽ കിട്ടുമോന്ന് എനിക്കറിയില്ല. പക്ഷെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിലൊരു കിളിക്കുഞ്ഞി ഇരിക്കുന്നുണ്ട്. 1-2 എങ്ങാണ്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് വാസ് റിയലി ക്യൂട്ട് ടു വാച്ച് ദാറ്റ്.
ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിക്കാറുണ്ട്, നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഓഫീസിൽ തന്നെ ടീംമേറ്റ്സ് ആയിട്ട് നിന്നാൽ ശരിക്കും പറഞ്ഞാൽ അവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ് ടു എ സർട്ടൻ ലെവൽ. പക്ഷെ അവരുടെ വൈബ് എന്താണ്, അവരെങ്ങനെയാണ് ഔട്ട്സൈഡ് ഓഫീസിനൊക്കെ മനസ്സിലാവണമെങ്കിൽ ഇടയ്ക്ക് ഇതേപോലെ ഫീഡ് ഫണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ടീം ലഞ്ചോ അല്ലെങ്കിൽ ടീം ഔട്ടിങ് തന്നെ വേണം. സോ എനിക്ക് ആസ് എ ന്യൂ ബി ഹിയർ ന്യൂ ടീംമേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ടീംമേറ്റ്സിനെ കുറച്ചുകൂടി അന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് ഹൈലൈറ്റ് ഓഫ് ദി ഡേ. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണി 2:30 ആയി. ഇനിയും നമുക്ക് എന്തെങ്കിലും പ്ലാൻസ് വേണോ, കാരണം ഡേ ഈസ് യെറ്റ് ടു എൻഡ്, കുറെ ടൈം ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് അവസാനം ഞങ്ങൾ സെറ്റിലായത് നമുക്ക് മാളിൽ പോയിട്ട് അവിടെ ലേസർ ഷൂട്ട് പോലെ അല്ലെങ്കിൽ ഗോ കാർട്ടിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിമിംഗ് സെഷൻ ആക്കാന്ന് കരുതി ഞങ്ങൾ നേരെ പോയത് എടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മാളിലേക്കാണ് കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ മാളിൽ അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ആകെ കൺഫ്യൂഷനായി ഏത് ഗെയിം ചൂസ് ചെയ്യണമെന്ന്. ആൻഡ് ആഫ്റ്റർ എ സീരീസ് ഓഫ് ഡിസ്കഷൻ ഞങ്ങൾ അവസാനം സെറ്റിലായത് ലേസർ ഷൂട്ട് ഗെയിം ചെയ്യാനാണ്. ഞാൻ ആദ്യമായിട്ടാണ്, സോ ഐ വാസ് റിയലി എക്സൈറ്റഡ്. ഇവിടുത്തെ നല്ലതൊന്നും കിട്ടിയിട്ടുണ്ട്, സോ ലെറ്റ്സ് ഡു ദാറ്റ്. നീയോ അകത്ത് കയറിയപ്പോ തന്നെ നമ്മുടെ ജോൺ വിക്കിന്റെ ഒക്കെ വാൾപേപ്പർ ഒക്കെ കണ്ടപ്പോ എന്റെ ഉള്ളിൽ ആ ഫൈറ്റർ ആ ഒരു സീനൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടൊക്കെ തോന്നിട്ടോ. ഞാനാണെങ്കിൽ കുഞ്ഞിലെ IJയും കൗണ്ടർ സ്ട്രൈക്കും ഒക്കെ കളിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ത്രില്ലൊക്കെ അടിച്ചു. ഞാനാണെങ്കിൽ ഏത് ഗണ്ണ് എടുക്കുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായി. ഞങ്ങൾ ടീംമേറ്റ്സ് തന്നെ 2 ടീമാക്കി ഡിവൈഡ് ചെയ്ത് ഒരു ഗണ്ണൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഷോർട്ട് ഗൺ ഉണ്ടായി, ബിഗ് ഗണ്ണും ഉണ്ടായി. ഞാൻ നല്ല കാണാൻ ഭംഗി ബിഗ് ഗണ്ണാന്നോർത്ത് എടുത്താണ്. പക്ഷേ സ്ട്രാറ്റജിക്കലി സ്പീക്കിംഗ് നമ്മൾ ഷോർട്ട് ഗൺ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് റീലോഡിങ് ടൈം ഇല്ല, അതിന് റീലോഡിങ് എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം ഷൂട്ട് ചെയ്യുമ്പോൾ. പിന്നെ കുറച്ചുകൂടി നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു ഷോർട്ട് ഗൺ. പക്ഷേ നമ്മളെപ്പോഴും ലുക്ക് നോക്കി ഹെവി ഐറ്റങ്ങൾ എടുക്കുള്ളൂ. സോ നൗ ഐ റിഗ്രറ്റ്. എനിക്ക് കുറച്ചുകൂടി ആൾക്കാർ, എനിക്ക് അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുകൂടി പോയിന്റ്സ് കിട്ടണമായിരുന്നെങ്കിൽ ആ ഷോർട്ട് ഗൺ എടുക്കാറുണ്ടെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഗെയിമിൽ തന്നെ നമ്മുടെ 2 ടീംസ് ഉള്ളതുകൊണ്ട് ഒരാളുടെ ഹെഡിൽ ബ്ലൂ കളറും ഒരാളുടെ ഞങ്ങളുടെ എന്ത് കളറായിരുന്നു, റെഡ് കളറായിരുന്നു. സോ അങ്ങനെയാണ് നമ്മൾ ടീം ഏതാന്ന് റെക്കഗ്നൈസ് ചെയ്യാം. മൊത്തത്തിലൊരു നിയോൺ ലൈറ്റ്സ് സെറ്റപ്പാണ് അകത്തെങ്കിൽ നമുക്ക് ആൾക്കാരെ റിയലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഞാനും വൈശാഖും സാൻഡ്രയും ശിവ ഒരു ടീമായിരുന്നു. അപ്പുറത്തെ ടീമിൽ അശ്വിനും പിന്നെ സുമിയായിരുന്നു. സോ അങ്ങനെ ഒരു ടീമായിരുന്നു. സോ ഞങ്ങൾ മാക്സിമം സ്ട്രൈക്ക് ചെയ്തു. വൈശാഖിൻ്റെ ഷോർട്ട് ഗൺ ആയതുകൊണ്ട് തന്നെ അവന് കൂടുതൽ പോയിന്റ്സ് എളുപ്പം കിട്ടാനും പറ്റില്ല. പിന്നെ അവൻ അത്യാവശ്യം നല്ലോണം ഫൈറ്റും ചെയ്തു. സോ ഞങ്ങളുടെ ടീമാണ് ഫസ്റ്റ് എത്തിയത്. സെക്കൻഡ് ടൈമിൽ സുമി ഷോർട്ട് ഗൺ ആക്കി. സോ അത്യാവശ്യം സുമിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. സോ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഷോർട്ട് ഗൺ ഈസ് ബെറ്റർ ദാൻ ലോങ് ഗൺ എന്ന്. ആ ലോങ് ഗണ്ണിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, നമ്മൾ റീലോഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡെഡ് ആയി കാണും. പക്ഷെ ലോങ് ഗണ്ണ് വെച്ചിട്ട് അത്യാവശ്യം എനിക്ക് പോയിന്റ്സ് സ്കോർ ചെയ്യാൻ പറ്റി. അത്ര മോശം എന്ന് പറയാനില്ല. പക്ഷെ എനിക്ക് ഇത്ര ഗെയിം കളിച്ചിട്ടും എനിക്ക് എന്താ പറയാ, ഒട്ടും ടയേർഡായിട്ട് തോന്നിയില്ല. കാരണം എനിക്ക് എൻ്റെ ഉള്ളിൽ ഈ ഗെയിംസ്, ഈ ടൈപ്പ് ഷൂട്ടിംഗ് ഗെയിംസ് ഭയങ്കര ഇഷ്ടമുണ്ടാവും. ഞാൻ ഭയങ്കര ത്രില്ഡായിരുന്നു. ഇനി എനിക്ക് ഒരു റൗണ്ടും കൂടി പോകാനുണ്ടായിരുന്നു. അത്യാവശ്യം 1 മണിക്കൂർ ഉണ്ടായിരുന്നു ആ സെഷൻ. പക്ഷെ എനിക്ക് ഒരു റൗണ്ടും കൂടി പോകാനുള്ള അത്ര എനർജിയും എക്സൈറ്റ്മെന്റും ഉണ്ടായിരുന്നുള്ളതാണ് സത്യം. സോ ഇഫ് യു ആർ ഗോയിങ് ഗ്രാൻഡ് മാൾ ഓർ നിയർ ബൈ സംവെയർ ലൈക്ക് ദാറ്റ്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗെയിം കൂടിയാണ് ഈ ലേസർ ഷൂട്ട് ഗെയിം. സോ യാ, ദാറ്റ് വാസ് റിയലി ഫൺ. അതേപോലെ വീഡിയോസ് ഒക്കെ എടുത്തുന്നത് അവിടുത്തെ ഓർഗനൈസേഴ്സ് തന്നെയാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം റീലായിട്ടും യൂട്യൂബായിട്ടും പോസ്റ്റ് ചെയ്യണോണ്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഒക്കെ ആയിട്ട് അവർ എടുത്തു. സോ താങ്ക്സ് ടു ദം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഫസ്റ്റ് എവർ ഫീഡ് ഫൺ ഇൻ മൈ ന്യൂ ഓഫീസിലെ കുട്ടി വിശേഷങ്ങൾ. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ. ബിക്കോസ് ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ് ഞങ്ങൾ ഫീഡ് ഫണ്ട് ആയിട്ട് പോകുന്നത് ഇസ് സംവെയർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഫാർ. സോ സീ യു ദേ.